പഴയ തൗഹീദാണ്, പഴയ ശിർക്കായിരുന്നു. നോക്കൂ, ഇസ്ലാഹി പ്രസ്ഥാനം ഇതിൽ പറഞ്ഞു മന്ത്രം ചികിത്സ അത് ശിർക്കാകുന്നു എന്നാ ഇതിൽ പറയുന്നത്. കേട്ടോളൂ, പഴയ തൗഹീദ് സക്കരിയ സലാഹി എന്ന് വിശദീകരിക്കുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. എന്താ സക്കരിയ സലാഹി പറയുന്നു? മന്ത്രം, കുന്ത്രം, കുതന്ത്രം എന്നൊക്കെ പറഞ്ഞ അയാൾ മന്ത്രത്തെ പരിഹസിക്കുന്നത് കേട്ടോളൂ. രോഗം വന്ന ഐക്കല്ല്, ഏലസ്, ഉറുക്ക്, മന്ത്രം, തന്ത്രം ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റസൂൽ പഠിപ്പിച്ചത് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം, തദാവൂ, നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ ലം യൻസിൽ ദാഅൻ ഇല്ല അൻസല ലഹു ദവാ. അല്ലാഹു ഒരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന് പ്രത്യൗഷധവും ഇറക്കിയിട്ടുണ്ട്. ആ ഔഷധം കണ്ടെത്തി ചികിത്സിച്ചാൽ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം രോഗം സുഖപ്പെടുന്നതാണ്. അതിന് പകരം ഇവരെന്താ ചെയ്യുന്നത്? ഒരു തങ്ങളെടുത്ത് പോകും, അവിടുന്ന് ഒരു നൂല് ഒന്ന് കെട്ട്, ഒരു കെട്ട്, എന്നിട്ടത് കയ്യിൽ കെട്ടും. അല്ലെ, ഐക്കല്ല്, ഏലസ്, ഉറുക്കെന്നൊക്കെ പറഞ്ഞ എന്താ അതിനകത്ത് ഉണ്ടാവുക? ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് കുട്ടികൾ ടൈം ടേബിളിന് വരയും പോലെ തെലങ്കും പലങ്കും വരയുക, അലിഫ് ലാമ് അലിഫ് റാ എന്നൊക്കെ എഴുതുക. എന്നിട്ട് ഹോമിയോപ്പതിക്കാരൻ ഗുളികപ്പൊതി മുളച്ചതായി മടക്കുക, എന്നിട്ട് മെഴുകിൽ പൊതിഞ്ഞ തുണിയിലാക്കുക, എന്നിട്ട് നൂല് ചുറ്റുക. ഇതാണ് ഐക്കല്ല്, ഏലസ്. അത് സ്വർണത്തിനുള്ളിലാക്കിയാലും വെള്ളിന്റെ ഉള്ളിലാക്കിയാലും കടലാസിനുള്ളിലാക്കിയാലും ഒക്കെ സാധനം ഇത് തന്നെയാണ്. കുഴിപ്പൊടിച്ചാലും അതന്നെ, ബാറ്റുന്നോ കുടിച്ചാലും അതന്നെ, ഭർത്താവ് ഗൾഫിലുള്ളപ്പോ പ്രേമം പൊളിയാതിരിക്കാൻ കൊടുക്കണ ഐക്കല്ലോ അത് തന്നെ. മുജാഹിദ് സ്ത്രീകൾക്കാണ് കള്ളിങ്ങൾ വിഷയം മനസ്സിലാക്കണം, മറക്കരുത്. എന്നിട്ട് ബാക്കി കാളപൂട്ടിന് പോകുന്ന പോത്തിന്റെ അരയിൽ കെട്ടണോ അതന്നെ? പോത്തിന്റെ അരയിൽ അത്ര ഐക്കല്ല് കെട്ട എന്താ ഇയാൾ ഈ പറയണത്? പോത്തിന്റെ അരയിൽ ആരെങ്കിലും ഐക്കല്ല് കെട്ടുവോ? സഹോദരന്മാർ, ഒരു കഥയില്ല, എന്തെങ്കിലും അങ്ങനെ പറയാ. പിന്നെ കടലാസിൽ, എല്ലാ കടലാസിലും അലിഫുലാമ് അലിഫ് ബാഗ് അലിഫുലാമ് അലിഫ് ബാഗ് എന്ന എഴുതല് അതൊരു പൊട്ടം പറഞ്ഞ മാതിരിയാണ്. മെഡിക്കൽ ഷോപ്പിൽ പോയി ഗുളിക കൊടുത്ത് നോക്കി, കവറെല്ലാം തുറന്നു നോക്കി, ഒക്കെ വെള്ളക്കുളിക തന്നെ, എല്ലാം ഒന്ന് തന്നെ ആയിരുന്നു ഒരാൾ പണ്ട്. എന്ത് മാതിരിയുള്ള പൊട്ടത്തരാണ് അതിൽ എഴുതല്? പലതുമാണ്. അത് ആര് എഴുതുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കണം. അല്ലാതെ അലിഫ് ലാമ് അലിഫ് ബാഗ് ഇങ്ങനെ കണ്ടിലൊക്കെ എഴുതി വെക്കലല്ല. മഹാപോഴത്തെ പറയുള്ളൂ. എന്നിട്ട് അത് വലിയ സംഗതിയായിട്ട് ഇങ്ങനെ വഹിച്ചെടുക്കുക ആളുകൾ. അപ്പൊ പഴയ കാലത്ത് മന്ത്രിക്കാൻ പാടില്ല, അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചവരായി ഇവർ. എന്നാ നിങ്ങൾക്കറിയോ, 2007 ശേഷം തൗഹീദ് മാറി. തൗഹീദ് മാറ്റിക്കൊണ്ട് പറഞ്ഞു കുട്ടികൾക്ക് അസുഖം ഉണ്ടാകുമ്പോ ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കണം. കേട്ടോളൂ, പഴയ പുതിയ തൗഹീദ് വരട്ടെ. നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ കരച്ചിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു ചെറിയ കുട്ടി, എന്താണെന്ന് പറയാൻ വയ്യാത്ത കുട്ടി രാത്രി കരയാണെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നജസ്സെന്നൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കുട്ടിക്ക് ആയത്തുൽ കുർസി ഊതി തടവി കൊടുത്താ കുട്ടി അങ്ങോട്ട് ഉറങ്ങും. ഇതൊക്കെ ഇതൊക്കെ ഖുറാഫാത്താണോ? ഞങ്ങളോട് ചോദിക്കണ്ട, മുജാഹിദുകളോട് ചോദിക്കണം. ഞങ്ങൾ അന്നേ പറഞ്ഞതാ, ഞങ്ങൾ ഉലമാക്കൾ ഇത് ഖുറാഫാത്തല്ല, ഇത് തൗഹീദാണ്, തെറ്റല്ല, ശിർക്കല്ല. ഇപ്പൊ മൂപ്പര് 2007 ചോദിക്കും അതൊക്കെ ഖുറാഫാത്താണോ? ഇതൊക്കെ റസൂല് പഠിപ്പിച്ചതല്ലേ? ഇതാ സഹോദരന്മാരെ മുജാഹിദുകളുടെ അവസ്ഥ. തൗഹീദ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഹാരിസ് ബിൻ സലീം എന്ന് പറയുന്ന യൂത്ത് നേതാവുണ്ട്. അയാൾ പറയാ, മന്ത്രത്തെക്കുറിച്ച് ഇപ്പൊ ഞാനിവിടെ ക്ലാസ് എടുക്കുമ്പോ നിങ്ങൾ ചിലപ്പോ ചോദിക്കും, എന്താ ചോദിക്കുക? ഒരു 19 കൊല്ലായിട്ട് നമ്മൾ മാറ്റിവെച്ചൊരു ഏർപ്പാട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുവാണോ എന്ന് ചിലപ്പോ നിങ്ങൾ സംശയിക്കുന്നുണ്ടാകും. എന്നാ സംശയിക്കണ്ട, ഇതൊക്കെ ഹദീസിൽ വന്ന കാര്യങ്ങളാകുന്നു. അപ്പൊ 50 കൊല്ലം മുമ്പ് ഈ ഹദീസ് വരണ്ട ഇതില്. അന്നത് ശിർക്കായിരുന്നു. ഇപ്പൊ 2007 മുജാഹിദുകൾ തൗഹീദ് മാറ്റിയപ്പോ മന്ത്രവും തൗഹീദിൽ പെടുത്തി. കേട്ടോളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹദീസിൽ വന്ന ഇസ്ലാമികമായ ചില മന്ത്രങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ഞാൻ ഹദീസ്, സ്വീകാര്യമായ ഹദീസുകൾ മാത്രമേ ഇവിടെ ഉദ്ധരിക്കുള്ളൂ. അതിലൊരു കാര്യം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംശയിക്കാതിരിക്കാം, അത് 100% അതുപോലെ സ്വീകരിക്കാം. ഒരുപക്ഷെ ആളുകൾ ഇത് പറയുന്നവരെ പരിഹസിക്കും. ബുദ്ധി കൊണ്ട് മാത്രം ദീനിനെ മനസ്സിലാക്കിയ, ഹദീസുകളെ കുറിച്ച് പരിജ്ഞാനമില്ലാത്ത, ദീനെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലും അഗാധമായി വായിക്കാത്ത, പഠിക്കാത്ത ആളുകൾ എന്തൊക്കെ പുതിയ കുറെ പരിപാടികൾ ഇവിടെ പറയണു എന്നൊരു പക്ഷെ ചിന്തിച്ചേക്കാം. ഹദീസുകളിലും പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സംശയമില്ലാതെ വിശ്വസിക്കാൻ സാധിക്കുന്നവർക്ക് എന്റെ ഈ സംസാരം ഉൾക്കൊള്ളാൻ കഴിയൂ എന്ന് പറയാനാണ് സത്യത്തിൽ ഇത്രയും നീണ്ട ഒരു മുഖവുര ഞാൻ ഇവിടെ പറയേണ്ടി വന്നതെന്നാണ്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു മുഖവുര ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാനിത് സംസാരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് മന്ത്രമെന്ന് പറഞ്ഞാൽ? ഇസ്ലാമിലെ മന്ത്രങ്ങൾ എന്നാണ് വിഷയം. എന്താണ് മന്ത്രമെന്ന് പറഞ്ഞാൽ? മന്ത്രം അതാ ഏർപ്പാടന്നെ പാടില്ല എന്നാണ് നമ്മൾ പറയാ. കാരണം അതൊക്കെ 50ഉം 60ഉം കൊല്ലം മുമ്പ് ഇവിടുത്തെ സുന്നികളും ഖുറാഫികളും നടത്തിയിരുന്ന പരിപാടി നമ്മളൊക്കെ ഒഴിവാക്കി പോയതല്ലേ. നിങ്ങളിപ്പോ എന്താണ് അതിനെ തിരിച്ചു കൊണ്ടുവരികയാണോ?
പുതിയതായിട്ട് എന്നായിരിക്കും ഒരു പക്ഷേ ഈ നോട്ടീസ് കണ്ടപ്പോൾ ഒറ്റപ്പെട്ട ആളുകളെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോ അത് 19 കൊല്ലമായി നമ്മൾ മാറ്റിവെച്ചതല്ലേ എന്ന് ചിലരെങ്കിലും ചിന്തിക്കും. അപ്പൊ 50 കൊല്ലമായിട്ട് ഇവർക്ക് ഒരു പരിപാടിയല്ലേ മന്ത്രത്തിന്റെ സംഗതി? അന്നതൊക്കെ ശിർക്കായിരുന്നു, അത് ബിദ്അത്തായിരുന്നു, അനാചാരായിരുന്നു. ഇപ്പോഴോ